അത് നമ്മൾ ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. സെന്ന് മാത്രം നോക്കി നടക്കുന്ന കസ്റ്റമറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണ്. 2000 മോഡലാണ്. അടുത്ത 2019 i10 മാഗ്നയാണ് വണ്ടി വരുന്നത്. മാഗ്ന പ്ലസ് സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് 41,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. അടുത്ത ഒരു ഓട്ടോമാറ്റിക് ആണ്. മോഡൽ കൂടിയതാണ്. 2023 ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 6400 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. അടുത്തത് ഒരു ചെറിയ ഓട്ടോമാറ്റിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടിയുടെ മോഡൽ വരുന്നത് 2019 2019 VXI ഓട്ടോമാറ്റിക്. കിലോമീറ്റർ വന്നിട്ട് 22,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 2019 സാൻഡ്രയാണ് മോഡൽ. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 60 സംതിങ് ആയിട്ടുണ്ട്. എറ എന്ന് പറഞ്ഞ മോഡലാണ്. 2020 കിഡാണ്. RXL എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ. 27,000 കിലോമീറ്ററാണ് ഓടിയത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്ത് പോപ്പുലർ യൂസ്ഡ് കാർ തട്ടാമലയിലാണ് വന്നിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം അത്യാവശ്യം നല്ല ട്രോളുണ്ടായിരുന്നു. കാരണം ഈ ഇമ്മാതിരി കടകളിൽ പോരുന്നതൊക്കെ പറഞ്ഞാൽ അത് സ്ഥിരം എനിക്ക് തരുന്നതാണ്. പക്ഷേ എന്നാലും നിങ്ങളൊന്നും ഓർക്കണം, കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ രണ്ടാമത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വില കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് കൊല്ലത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ആണെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പം മലപ്പുറത്തും കോഴിക്കോടും തരുന്നൊരു പ്രൈസിന് ഇവിടെ കിട്ടത്തില്ല. അപ്പം അതേപോലെയുള്ള പിന്നെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്, ഫ്ലഡ് വണ്ടികളല്ല, അങ്ങനെയൊക്കെയുള്ള കമൻസുകളാണ് പിന്നെ പറയുന്നത്. ഇപ്പോൾ ഫ്ലഡ് വണ്ടികൾ മലപ്പുറത്തും കോഴിക്കോടും ഉണ്ടെന്നല്ല ഞാനും പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള പോരായ്മകളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള വണ്ടികളാകുമ്പോൾ അതിൻ്റേതായ ഒരു പേയ്മെൻറ്റിന് വ്യത്യാസം വരും. പിന്നെ കൊല്ലത്ത് വരുന്ന ഒരു മാർക്കറ്റ് വാല്യൂ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ചേട്ടന്മാർ, ഈ മലപ്പുറത്തുള്ള ചേട്ടന്മാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടാവാം ഇവിടുത്തെയൊക്കെ ഷോപ്പുകളിൽ വണ്ടികൾക്ക് ചെറിയ, നിങ്ങളുടെ അവിടെയുള്ള വെച്ച് നോക്കുമ്പോൾ ചെറിയ വിലയിലുള്ള വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 50,000 രൂപ മുതലുള്ള വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പം നോക്കൂ, നിങ്ങളുടെ നാട്ടിലൊക്കെ 50,000 രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിലും നല്ല വണ്ടികൾ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് 50,000 രൂപ തൊട്ട് വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ വന്ന് ഈ നമ്മൾ സുനോജ് ബ്രോ ആണ്. ഒരുപാട് ഇത്തവണ കലവറ അല്ലേ, ഓട്ടോമാറ്റിക് കലവറയാണ്. അത്രയും ഓട്ടോമാറ്റിക് വണ്ടി 50 രൂപയുടെ സെന്ന് കിടപ്പുണ്ട്. 50 രൂപയുടെ സെന്നുണ്ട്. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗ്സിനൊക്കെ ഒരു മാറ്റം വരുത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നോക്കാം. എന്നാൽ ഈ 50 രൂപയുടെ വണ്ടികൾ തൊട്ട് പറയുമ്പോൾ എത്ര രൂപ വരെയുള്ള വണ്ടി തൊട്ട് നമുക്ക് 7 ലക്ഷത്തിനകത്തുള്ള വണ്ടി വരെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, സ്വിഫ്റ്റ്, ഡിസയർ എല്ലാ മോഡൽസും വരുന്നത്. ഇത്തവണ ഓൾട്ടോ മാത്രം വെച്ചുള്ള പണിയല്ല. ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൾട്ടോ മാത്രമല്ലായിരുന്നു, എല്ലാം കൂടെ മിക്സ് ചെയ്തായിരുന്നു. മുമ്പത്തെ ബാക്കി 2-3 വീഡിയോ മൊത്തം ഓൾട്ടോ ആയിരുന്നു. ഇപ്പം പക്ഷേ നമുക്ക് കുറച്ച് സെഡാൻ ടൈപ്പ് എല്ലാം വരുന്നു. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് മോഡലാണ്. 2022 വാഗണർ VXI ആണ്. പുതിയ മോഡൽ ടൈപ്പാണ്. ഇത് സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ്, ABS, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറൊക്കെ വന്നിട്ടുണ്ട്. അഡീഷണൽ ഫിറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫുൾ മാറ്റ്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട ആക്സസറിസും കാര്യങ്ങൾ, ബാക്ക് സ്പോയിലർ കട്ട് ചെയ്യണം, സ്പോയിലർ, അങ്ങനെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു വണ്ടിക്കകത്ത് വേണ്ട ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ കസ്റ്റമർ ഈ വണ്ടിക്കകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് പറയുന്ന വേറെ ഒന്നിനുമല്ല. എടുക്കുന്ന കസ്റ്റമർക്ക് പ്രത്യേകിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, എടുത്ത് നമ്മളങ്ങ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മളെ മാരുതിയുടെ 1 വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. വാറണ്ടിക്കകത്ത് 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. പിന്നെ ഈ ബോഡിക്കകത്ത് കാണുന്ന ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ ആ ഡെലിവറി സമയത്ത് കസ്റ്റമറായിട്ട് സംസാരിച്ച് അതെല്ലാം ഫിനിഷ് ചെയ്തായിരിക്കും നമ്മൾ വണ്ടി കൊടുക്കുന്നത്. നമ്മൾ ഫിനാൻസ് നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ വണ്ടി വിലയുടെ ഏകദേശം 80-85% വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. അതായത് ആദ്യം നമുക്കൊരു 75,000 രൂപ 80,000 രൂപ റേഞ്ചിൽ അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് സുഖമായിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 6,10,000 ആണ്. 6,10,000 നമ്മൾ ചോദിക്കുന്നത്. 2 എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 32 ഓടി എന്ന് പറയുന്നത്? അതെ, 32 ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടിക്ക്. എത്ര നമ്മൾ കൊടുത്ത് ആദ്യം ഇറക്കാൻ പറ്റും? അത് നമുക്കൊരു 75-ന് 1 രൂപയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു സെഡൻ ടൈപ്പിലോട്ട് പോകാം. ഡിസയർ ആണ്. ഡിസയർ വൈറ്റ് കളർ വണ്ടിയാണ്. 2019 ഇതിൻ്റെ മോഡൽ വരുന്നത്. VXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ വന്നിട്ട് 32,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മൾ ഇതിനകത്തും സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ABS, എയർ ബാഗ്, അതുപോലെ തന്നെ സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ കസ്റ്റമർ ഫിറ്റ്മെൻറ്റ് ഭാഗത്താണെങ്കിൽ നമുക്ക് ഓൾറെഡി ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സീറ്റ് ഉറക്കാൻ നോർമലി വണ്ടിക്കകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ടയർ ഫസ്റ്റ് ടയറാണ് വരുന്നത്. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്.
ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ഫിനാൻസ് ഇട്ട് നോക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ വണ്ടി വിലയുടെ ഏകദേശം ഒരു 80-85% വരെ. ആദ്യം നമുക്കൊരു 1 lakhനകത്ത് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2019 ഡിസയർ VXi സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്ന 635 അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എല്ലാം കമ്പനി തന്നെയാണ് സർവീസ് ചെയ്തേക്കുന്നത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 2021 സ്വിഫ്റ്റ് ZXi മോഡലാണ്. ZXi മോഡൽ സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 40,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് മാരുതിയുടെ 1 year വാറണ്ടിയും 3 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ കണക്കാണ് ഫുൾ മാറ്റ്, അങ്ങനെ റെയിൻ ഗാർഡ്, അങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ ആക്സസറീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. വണ്ടിക്ക് ആക്സിഡൻ്റ് ആവട്ടെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ZXi എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അലോയ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ വരുന്നതാണ്. ബാക്കിൽ സെൻസർ ഓൾറെഡി 21 മോഡലിന് ഓൾറെഡി വണ്ടിക്കകത്ത് തന്നെ വരുന്നതാണ്. ഇതിന്റെ ടയർ മൊട്ടയാണല്ലോ. ടയർ ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. ഏകദേശം 40 കിലോമീറ്റർ ആയുള്ളൂ, ആയിട്ടുണ്ട്. അപ്പം ടയർ ഫസ്റ്റ് ടയർ ഏകദേശം മാക്സിമം അത് യൂസ് ചെയ്ത ആ ഒരു ടൈം ആയിട്ടുണ്ട്. മാർക്ക് കൊടുക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ ആ ഒരു ബുക്കിങ്ങിൻ്റെ സ്റ്റേജിൽ നമുക്ക് അതിന് ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ടയറിൻ്റെ ചേഞ്ച് ആണെങ്കിൽ ടയർ ചേഞ്ച്, അത് നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിച്ച് എന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വണ്ടി വിലയുടെ 80-85%. നേരത്തെ ആ ഡിസൈറിന് പറഞ്ഞ കണക്ക് തന്നെ ഒരു 75,000 ഒരു രൂപ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങി വരും. ഇതിൻ്റെ പ്രൈസ് നമ്മൾ 685 നമ്മൾ വരുന്നത്, ട്രൂ വാല്യൂ പ്രൈസ് വരുന്നത്. അടുത്തൊരു വാഗണർ ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ വർഷം വരുന്നത് 2016. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ 2016 VXi ഓട്ടോമാറ്റിക്. കിലോമീറ്റർ വരുന്നത് 47,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. 47 ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് സീറ്റ് കവർ, ഫുൾ മാറ്റ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് 6 മാസം, ഇതിന് നമുക്ക് 6 മാസം വാറണ്ടി കവറേജ് ആണ് വണ്ടിക്ക് വരുന്നത് കേട്ടോ. ഇല്ലില്ല, പ്രോപ്പർ കമ്പനി ഹിസ്റ്ററിയാണ്. ടയർ 4 സെക്കൻഡ് ടയറാണ്. ഇപ്പം 4 അപ്പോളോടെ സെയിം കമ്പനി ടയർ 4 മാറിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് ടയർ മാറുന്ന കാര്യമൊന്നും ചിന്തിക്കേണ്ടി വരില്ല. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. നമ്മൾ തരുന്നതിന് മുമ്പ് പോളിഷ് എല്ലാം ചെയ്ത് ജനറൽ സർവീസ് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം വണ്ടികളുടെ 80-85% വരെ ഫിനാൻസ് കിട്ടും. അതായത് ആദ്യം ഒരു കസ്റ്റമർക്ക് ഒരു 75 രൂപ 1 രൂപ റേഞ്ചിൽ അടയ്ക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 420. അടുത്ത 2019 i10 മാഗ്നയാണ് വണ്ടി വരുന്നത്. മാഗ്ന പ്ലസ് സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് 41,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഹുണ്ടായുടെ i10 ഗ്രാൻഡാണ് വരുന്നത്. 6 മാസം വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 440. 6 മാസം വാറണ്ടി എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഗിയർ ബോക്സ് പോപ്പുലറിൻ്റെ വാറണ്ടിയാണ് വരുന്നത്. ഒന്നുമില്ല. ഇതും ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് വണ്ടി വിലയുടെ ഏകദേശം ഒരു 80% ഒക്കെ ലോൺ കിട്ടും. ആദ്യം ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ടയറും കാര്യങ്ങളെല്ലാം നല്ല ടയറുകളാണ്. സെക്കൻഡ് ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലെല്ലാം പുതിയ ടയർ തന്നെ കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 445. നമുക്ക് വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് വണ്ടി വന്ന് കണ്ടതിന് ശേഷം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. 2019 എക്സ്പ്രസോ ആണ് മോഡൽ. വേരിയൻറ്റ് വരുന്നത് VXi ആണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ആണ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. വണ്ടിക്കകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫുൾ മാറ്റ്, അതുപോലെ തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോയാണ് വരുന്നത്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഒരു കീക്കകത്ത് സെൻട്രൽ ലോക്ക്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. വണ്ടി ഇതിനകത്ത് നമുക്കൊരു 80-85% വരെ വണ്ടിക്ക് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ട്രൂ വാല്യൂയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം ഒരു നേരത്തെ പറഞ്ഞ നമുക്ക് ഒരു 80-നും 1 രൂപയ്ക്ക് ഇടയ്ക്ക് നമുക്ക് അടയ്ക്കുകയെങ്കിൽ സുഖമായിട്ട് ബാക്കി നമുക്ക് ലോൺ ഇട്ട് ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 410 വരുന്നത്. മറ്റേ അപാകത കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല കേട്ടോ. 2020 കിഡാണ്. RXL എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ. 27,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇതിനകത്ത് RXL എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതുപോലെ ഒരു കീക്കകത്ത് സെൻട്രൽ ലോക്ക്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മൾ കിഡ് ആണെങ്കിൽ പോലും നമുക്കിത് 6 മാസം എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് വണ്ടി വിലയുടെ ഒരു 80-90% വരെ ഫിനാൻസ് ചെയ്ത് ആദ്യം നമുക്കൊരു 50-60 രൂപ അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് സുഖമായിട്ട് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം റെയർ ആയിട്ടുള്ളൊരു കളറുമാണ്. നല്ല ഭംഗിയുള്ളൊരു കളറുമാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 385 ചോദ്യം. അതിനകത്ത് വില നെഗോഷ്യബിൾ ആണ്. വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വിലയുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാം. എത്ര നമുക്ക് ഇറക്കാൻ പറ്റും?
നമുക്ക് ആദ്യം ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാം. ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2019 സാൻഡ്രയാണ് മോഡൽ. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 60 സംതിങ് ആയിട്ടുണ്ട്. എറ എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടി. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അതായത് നമുക്കൊരു 20 രൂപ 30 രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറങ്ങി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വലിയ വണ്ടിയാണ്. അത്യാവശ്യം ഫുൾ മാറ്റ്, അതുപോലെ തന്നെ സീറ്റ് കവർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് 6 മാസം നോർമലി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. എഞ്ചിൻ ഗിയർ ബോക്സ് നമ്മൾ പോപ്പുലർ വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ആക്സിഡൻറ്റോ ഡാമേജോ ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞത്? 60 സംതിങ് ആയിരുന്നു. അപ്പോൾ ടയറെല്ലാം പുതുതായിട്ട് ഇട്ടാ? അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 380. 2019 മോഡലാണ്. 380 നമുക്കിത് മാക്സിമം ഫണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് 25-30 രൂപ റേഞ്ചിൽ. ബേസ് മോഡലാണോ? ബേസ് മോഡലാണ്. ബേസ് മോഡൽ. AC പവർ സ്റ്റിയറിംഗ് ആണ് വേരിയന്റ് വരുന്നത്. പിന്നെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് കുറേ ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. സെന്ന് മാത്രം നോക്കി നടക്കുന്ന കസ്റ്റമറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണ്. 2000 മോഡലാണ് സെൻ വന്നത്. 2000 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡാണ്. നമുക്ക് ഇപ്പം പേപ്പർ 2025 വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസും അടുത്ത വർഷം വരെ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ടയർ 4 ബ്രിസ്റ്റോൻ്റെ തന്നെ കമ്പനി ടയറാണ് കിടക്കുന്നത്. ഒരുപോലെ ഏകദേശം 50% മേളിലുണ്ട്. പിന്നെ സീറ്റ് കവർ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ലോ റേഞ്ചിൽ നോക്കി സെൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളുള്ളൊരു വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 50-നകത്തുള്ള പ്രൈസ്. 50-നകത്ത് അത്രേ ആവുള്ളൂ. വണ്ടി വന്ന് കണ്ട് ഓടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം. 50 രൂപ പോലും ആവില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും 50 രൂപ പോലും ആവാത്ത സെൻ 2000 നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടി. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര? 25 വരെ ഉണ്ട്. 25 6 മാസം വരെ ഉണ്ട്. ഇൻഷുറൻസ് അടുത്ത വർഷം വരെ ഉണ്ട്. 2025 4 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. എഞ്ചിൻ സൈഡൊക്കെ പക്കയല്ലേ? പക്കയാണ്. ധൈര്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് വന്ന് ചെക്ക് ചെയ്തെടുക്കാം. അപാകത കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഒരു ഓട്ടോമാറ്റിക് ആണ്. മോഡൽ കൂടിയതാണ്. 2023 ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 6400 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് കമ്പനി വാറണ്ടിക്ക് പുറമെ നമ്മൾ പോപ്പുലറിൻ്റെ 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. നമുക്ക് ചെറിയ ഓട്ടോമാറ്റിക് ഇപ്പോൾ അത്യാവശ്യം നോക്കി നടക്കുന്ന കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് നോർമലി ലോൺ നോക്കുവാണെങ്കിൽ ആദ്യം ഒരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ലോൺ ചെയ്ത് ഇറങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ്, ABS, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അങ്ങനെയുള്ള ഫിറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 6000 കിലോമീറ്റർ. അതെ, 23 ആണ്. 6000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് മോഡൽ. ഓട്ടോമാറ്റിക് നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് പ്രൈസ് ആയില്ല. ഇന്ന് 2 ഓട്ടോമാറ്റിക് ഇന്ന് കയറിയേ ഉള്ളൂ. ഇതെന്തായാലും ഒരു 5 രൂപയ്ക്കകത്ത് എന്തായാലും വരും. 5 രൂപയ്ക്കകത്തേ വരുള്ളൂ കേട്ടോ. പ്രൈസ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ റൗണ്ട് ചെയ്തൊരു ഫിഗർ പറഞ്ഞത്. അടുത്തൊരു 2019 ഡിസംബർ എസ്പ്രസ്സോ VXA പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഇത് ലോ കിലോമീറ്റർ ആണ്. 15000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്. 15 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. VXA എന്ന് പറഞ്ഞ അന്നത്തെ ടോപ്പ് മോഡലാണ്. വണ്ടിക്കകത്ത് അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം സീറ്റ് കവർ, മാറ്റ്, റെയിൻ ഗാർഡ്, അങ്ങനെയുള്ള എല്ലാ ഫിറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാരുതിയുടെ 6 മാസം വാറണ്ടി കവറേജ് വരുന്ന വണ്ടിയാണ്. നമുക്ക് ചെറിയ ഒരു 5 ലക്ഷത്തിനകത്ത് ബഡ്ജറ്റിൽ വരുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. എസ്പ്രസ്സോ VXA പ്ലസ് ആണ് വണ്ടി. ആക്സിഡൻ്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എത്ര ചോദ്യം? ഇത് ഈ 2 വണ്ടിയുടെയും പ്രൈസ് ആയിട്ടില്ല. ഇതും 5 രൂപയ്ക്കകത്തെന്ന് ഞാൻ പറഞ്ഞതാണ് റൗണ്ട് ചെയ്ത്. അത് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് എൻ്റെ പ്രൈസ് ആവും. അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വിളിക്കുന്ന കസ്റ്റമർക്ക് പറയാം. 2 വണ്ടിക്കും നെഗോഷ്യബിൾ ആണ്. നമുക്ക് വേണ്ട ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. അടുത്തത് നമുക്ക് 2020 ഈക്കോ 5 സീറ്റ് AC ആണ്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 36,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇപ്പം കൂടുതൽ നമ്മൾ ബിസിനസ് ആവശ്യത്തിന് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. ഫസ്റ്റ് ഓണറാണ്. നോർമലി നമുക്ക് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിലും വണ്ടി വിലയുടെ 80-85% വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മേജറായിട്ട് പെയിൻറ്റിംഗ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് 2 പുതിയ ടയറാണ് ഇപ്പം കസ്റ്റമർ ഇപ്പം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്ക് ടയർ അത്യാവശ്യം കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് ഒരു 445 നമുക്ക് സെല്ലിങ് വരുന്നത്. 440. ഇതൊക്കെ എത്ര രൂപ ഇറങ്ങാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഒരു 80-ന് 1 രൂപയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഇതായതുകൊണ്ട് നമുക്ക് ഒരു 1 രൂപയെങ്കിലും ആദ്യം അടയ്ക്കേണ്ടി വരും. അതിന് ബാക്കി നമുക്ക് ലോൺ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ഒരു ചെറിയ ഓട്ടോമാറ്റിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടിയുടെ മോഡൽ വരുന്നത് 2019 ആണ്. 2019 VXA ഓട്ടോമാറ്റിക്
കിലോമീറ്റർ വന്നിട്ട് 22,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. അതായത് നമ്മൾ ഈ കേട്ടൻ ലാസ്റ്റ് നിർത്തുന്ന സമയത്തുള്ള വണ്ടിയാണ്. 2019 നമുക്ക് കേട്ടൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആ ടൈമിലുള്ള വണ്ടിയാണ്. 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നോർമലി നമ്മൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് വണ്ടിക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ എല്ലാം വണ്ടിക്കകത്ത് ഓൾറെഡി വരുന്നതാണ്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് സീറ്റ് കവർ ഉണ്ട്, ഫുൾ മാറ്റ് ഉണ്ട്. പിന്നെ ടയർ കമ്പനി ടയറാണ്. 22,000 കിലോമീറ്റർ ഓടി കമ്പനി ടയർ തന്നെയാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. നമുക്ക് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്കാണെങ്കിൽ വണ്ടി വിലയുടെ ഏകദേശം ഒരു 80-85% വരും. ആദ്യം ഒരു 75 രൂപ അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 445 ആണ്. 445. ഇത് ഇറങ്ങിയ സമയത്ത് എന്താ വേണം? ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് എന്താ? ഇറങ്ങിയ സമയത്ത് 5 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു വാല്യൂ അല്ല, ഇപ്പോൾ ഈ ഒരു ചെറിയ വണ്ടിയുടെ മാർക്കറ്റിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ വണ്ടി എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. ഓൾട്ടോ 800 ആണ്, 2021 മോഡലാണ്, സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് 17,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവൻ കിലോമീറ്റർ. അതെ, കമ്പനി സർവീസ് വണ്ടിയാണ്. 2021 മോഡലാണ്, 17,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതിനകത്ത് അത്യാവശ്യം ബേസിക് ആയിട്ട് സീറ്റോനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 21 LXയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എയർ ബാഗും അതുപോലെ തന്നെ ബാക്ക് സെൻസറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള വണ്ടിയാണ് 21. അത്യാവശ്യം റെയർ ആയിട്ടുള്ള കളറാണ്. നമുക്ക് കൂടുതലും വൈറ്റ്, സിൽവർ, ഗ്രേ ഒക്കെയാണ് കാണുന്നത്. അത്യാവശ്യം റെയർ ആയിട്ടുള്ള കളറാണ്. അങ്ങനെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ടയർ കണ്ടീഷനൊക്കെ? ടയർ കണ്ടീഷൻ 17,000 കിലോമീറ്റർ അല്ലേ, ഫസ്റ്റ് ടയറാണ്. നമുക്ക് സുഖമായിട്ട് ഇനി ഓടും. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് നമ്മൾ 370 ഇട്ടേക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഇന്നത്തെ ഇവിടെ കുറേ ഓട്ടോമാറ്റിക് കാണിച്ചിട്ടുണ്ട്, സ്വിഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യമുള്ള കസ്റ്റമർ വിളിച്ചാൽ മതി. പ്രൈസിൻ്റെ കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ വണ്ടി കണ്ടതിന് ശേഷം ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഹിസ്റ്ററി ഡൗട്ടുള്ള കസ്റ്റമർക്കാണെങ്കിൽ ഹിസ്റ്ററി ഡീറ്റെയിൽസ് കൊടുക്കാം. വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വിലയുടെ കാര്യം നമ്മൾ നേരിട്ട് സംസാരിച്ച് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെയുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ കമൻസിന് പൊങ്കാല ഇടാൻ വരരുത്. മലപ്പുറം, കോഴിക്കോട് ചേട്ടന്മാർ ഇവിടുത്തെ വണ്ടികളുടെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഒരു മാർക്കറ്റ് വാല്യൂ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകരിച്ചാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.